പ്രിയ സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അവർ മറ്റുള്ളവരെ പൊതുജനങ്ങളെ ഡിവൈഡ് ചെയ്ത് അവർ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുട്ടിയും അവർ സെപ്പറേറ്റായി മാറുക. അപ്പോഴേ ഈ മത നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഉദ്ദേശം സാധിക്കത്തുള്ളൂ. പൊതുജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാരെ എന്ത് പിടിക്കും? വീട്ടിൽ പിടിക്കും. അവന്മാരവിടെ നിന്ന് കണ്ടു. ചായയുടെ ഈ ഗവൺമെൻറ് ചായ കുടിച്ചതിൻ്റെ ഇവർക്ക് അവിടെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ തന്നെ ക്യാൻറ്റീനുണ്ട്. അവിടെ ഏറ്റവും വിലക്കുറവിലെല്ലാം കിട്ടുന്നുണ്ട് എൻ്റെ അറിവല്ല, ശരിയാണ്. എന്നെനിക്ക് ഏതാണ്ട് ലക്ഷങ്ങളോ ഏതാണ്ട് രൂപയുടെ ചായയൊക്കെയാണ് വെളിയിൽ നിന്ന് വാങ്ങിയതിൻ്റെ കണക്ക്. വെളിയിൽ നിന്ന് വാങ്ങിയോ ഇതെന്നുള്ള ദൈവത്തിനെ അറിയിച്ചുള്ളൂ. എന്നാൽ പോട്ടെ, നമ്മളിന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും കൂടെ ഉണ്ടാക്കുന്നതാണ്. കാരണം അവരുടെ വയറ്റിപ്പഴപ്പ് മുട്ടരുത്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിന്തുണയില്ലെങ്കിൽ അവൻ്റെ കഞ്ഞി കൂടി മുട്ടി. മത നേതാക്കന്മാർക്ക്, അതായത് എല്ലാ പുരോഹിത വർഗവും അല്ല, ബന്ധുക്കോസാണ് ഏതാണെങ്കിലും അവന്മാർക്ക് പുറകെ ആളുണ്ടെങ്കിൽ അവൻ്റെ കഞ്ഞുമൂടി മുട്ടി. പ്രത്യേകിച്ച് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് കാണുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് എന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ പുരോഹിത വർഗത്തെ ഒന്നും കുറ്റം പറയുന്നില്ല. അവർ വിശ്വാസികളുടെ മനസ്സ് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്നു. ഞാൻ ഈ അടുത്ത ദിവസം കണ്ടത് ഒരു കൊടിയേറ്റ്, ആ കൊടിയേറ്റത്തെ വെച്ച് ബലൂൺ പറപ്പിക്കുക, ചെണ്ട വാദ്യമേളങ്ങൾ, അംശവസ്ത്രങ്ങൾ ധരിച്ച പുരോഹിത വർഗം. എന്നിട്ടെന്താ, ഒരു കൊടിയിറക്കുന്ന സമയത്ത് വരെയും വാദ്യമേളങ്ങൾ. എന്തുവാ ഈ കൊടിയുടെ ചരട് ഓരോ കൈ പിടിക്കുമ്പം വാദ്യം കേട്ടില്ല, കൈ താഴോട്ട് പോകത്തില്ല. കുളം പിടിക്കാത്ത വർഗങ്ങളെ നിങ്ങൾക്കറിയാമോ എന്താണ് ഈ കൊടിക്ക് നിനക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ കോർത്തസഭയിലെ പുരോഹിത വർഗത്തോട് ഞാൻ ചോദിക്കുക, അല്ല വിശ്വാസികളോട് ഞാൻ ചോദിക്കുക, നീയൊക്കെ പോയി കൊടിമരത്തിൻ്റെ മുമ്പ് കുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കുമെന്നോടാ. ഈ കൊടിമരത്തിനോ അല്ല കൊടിക്കോ എന്താ പ്രാധാന്യം? കൊടി എന്തിനു വേണ്ടി ഉയർത്തുന്നു? നിൻ്റെയൊക്കെ മറ്റേടത്തെ വിശ്വാസമാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു കൊടി ഉയർത്തുന്നത്? ഏതെങ്കിലും വിശ്വാസിക്കറിയാമോ? ചിന്തിക്കുന്നുണ്ടോ? അല്ല പുരോഹിത വർഗം ഈ അംശവസ്ത്രം ധരിച്ച് കൂരിശും കയ്യിലെടുത്ത് ധൂപക്കുറ്റി വീശി ഭക്തന്മാരെ കൂരിശ് കൊടിമരത്തിൻ്റെ ചുറ്റും നടന്ന് ധൂപക്കുറ്റി വീശി പുരോഹിതൻ അംശവസ്ത്രം ധരിച്ചുകൊണ്ട് കുരിശും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിശ്വാസികൾ കുരിശും പഠിച്ച് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. ആരോടാ? നീ ആരെ മനസ്സിൽ കണ്ടോടാ പ്രാർത്ഥിക്കുന്നത്? കൊടിമരത്തിൻ്റെ മുന്നിലോ? നീയൊക്കെ വിഗ്രഹാരാധന അല്ല എങ്കിൽ എന്താ ചെയ്യുന്നത്? ഓർത്തസഭയിലെ വിഗ്രഹാരാധനയെ കുറിച്ച് ഇനിയും ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇന്നത്തെ വിശ്വാസികൾക്ക് വേണ്ടുന്നത് സുഖജീവിതം, ആർഭാടവും ആഘോഷവും ആത്മീയം എന്ന് പറഞ്ഞിട്ട് അവിടെ ആർഭാടങ്ങളും ആഘോഷങ്ങളും. ഞാൻ പറയാം, പൊത്തയ്യാവിൽ സെൻറ് മേരി കത്തീഡ്രൽ
ആദ്യമായിട്ട് ഇത്രയും ലൈറ്റും മേളങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഒരു കുണം പിടിക്കാത്ത പുരോഹിതൻ വന്നു. ചെങ്ങന്നൂർക്കാരന് വിമൽ മാമൻ ചെറിയാൻ. അവൻ വന്നപ്പോൾ പള്ളിയല്ല, എന്തിന് ഫോട്ടോയുടെ അവിടെ വരെ തന്നെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മുടെ ഡിസ്കോ ലൈറ്റ് വെച്ചിരിക്കുക. അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അല്ല എങ്കിൽ എന്തിനു വേണ്ടിയാണത്? ചവക്കോട്ട, ടോയ്ലറ്റ് എന്ന് വേണ്ട, റോഡ് നീളെ, എന്നിട്ട് പള്ളിയങ്കണത്തിൽ ഇല്ലാത്ത ഒരു ഉണങ്ങിയ നെല്ലിമരത്തെ വരെ ഡെക്കറേഷൻ ബോർഡ് ഇട്ടിരിക്കുന്നു. മക്കളെ, എന്തിനു വേണ്ടി? ആരെ കാണിക്കാനാണ്? നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനാണ്, അല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല. ദൈവം ഇതിലല്ല പ്രസാദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിക്കണം. നിങ്ങളൊക്കെ 10 കാശ് കിട്ടിയപ്പം സുഖം, സന്തോഷം, ആർഭാടം. മക്കളെ, നിങ്ങൾ ഓർക്കുക, KP യോഹന്നാൻ ഏത് നിലയിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കി. ഇവരെ കണ്ടപ്പോലും കരുത തിരിഞ്ഞു നോക്കത്തില്ല. അവന് കോടീശ്വരൻ അവൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തു. കാരണം പണമുണ്ട്. ഈ പണം അവനെ രക്ഷിച്ചോ? എന്നിട്ട് ഈ കോടീശ്വരൻ്റെ മക്കളുടെ ഗതി, മോളെയും KP യോഹന്നാൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ഗതി ഇപ്പോഴത്തെ എന്തുവാ? അതൊക്കെ കാരണം എന്തുവാ? KP യോഹന്നാനെ ഭരിച്ചിരുന്നു ആരായിരുന്നു? അവൻ പോരത്തില്ല, അവൻ്റെ പുറകെ പോയതാരാ? അവരാണിന്ന് സഭ ഭരിക്കുന്നത്. പെടക്കോഴി കൂവി. സാധാരണ ഒരു വീട്ടിൽ നമ്മൾ വെളുപ്പിനെ പൂങ്കോഴി ഇല്ലെങ്കിലും കേട്ട പറയും പെടക്കോഴിയാ. അതിന് എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് അതിനെ കണ്ടിക്കും. ഇന്നത് ചെയ്യാനൊക്കത്തില്ല. ഇന്ന് രാഹുൽ കൂട്ടിലാണെങ്കിലും പെടക്കോഴികൾ കിടന്ന് ഇത് ചെയ്യാം. ശരി, അവൻ എന്ത് തെറ്റ് ചെയ്താലും അവനെ വിളിച്ച വോയിസ് മെസ്സേജ് ഉണ്ട്. അവൻ്റെ കൂടെ ബെഡ്റൂമിൽ പോയി കിടന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഈ ദരിവാസികളെയൊക്കെ എന്താ പറയണ്ടേ? ഇവളൊക്കെ വേശികളല്ല, നക്ഷത്രവേശികളുമല്ല. ഇവരൊക്കെ അപ്പനും അമ്മയ്ക്കും മുമ്പേ ഉണ്ടായ മക്കളാണ്. അതുതന്നെയാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്നത്. ഓർത്തഡോക്സ് സഭയിൽ ഏത് പുരോഹിതവും മെത്രാൻ എന്ത് ചെയ്താലും, പുരോഹിതൻ ഏത് നെറികൾ കാണിച്ചാലും മെത്രാൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മെത്രാൻ അനങ്ങത്തില്ല. കാരണം മെത്രാൻ നാളെ അരമനയിൽ കസേരയെ സുഖമായിരിക്കണമെങ്കിൽ ഈ പുരോഹിതൻ്റെ കൂടെ ഒത്താശ വേണം. മക്കളെ, ഇതൊക്കെ ഇന്നത്തെ കാലം. നിങ്ങൾ ചിന്തിക്കുവേൻ. നമ്മൾ ജീവിക്കണം. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കണം. അത് ഈ കള്ള പുരോഹിത വർഗത്തെ വിശ്വസിച്ചല്ല. ഏതെങ്കിലും ഓരോ പറയട്ടെ, ഏതവരാ നിങ്ങൾക്ക് ഈ കൂദാശ കർമ്മങ്ങളെല്ലാം നടത്താൻ അധികാരം തന്നത്? ഞാനൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് കോരി പല സഭകൾ സ്ഥാപിച്ചു. അവിടെ പലരെയും അധികാരികളായി നിർത്തി. അതുകൊണ്ട് ശരിയാ, ആ കാലത്ത് നടന്നു. എന്നാൽ ദൈവം ഏതെങ്കിലും ഒരു അന്നത്തെ കാലത്ത് പുരോഹിതനില്ലായിരുന്നു. ഏതെങ്കിലും പുരോഹിതനോട് എടാ ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? ഈ കള്ള തായോളികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ ഏറ്റെടുത്തേറ്റ് വിശ്വാസികളെ ചൂഷണം ചെയ്യുക.
ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വിവരം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇനിയും ഞാൻ പറയും. ഈ കുളം പിടിക്കാത്ത ഏതെങ്കിലും ഓർത്തോ മെത്താനോ പുരോഹിതൻ എന്നോട് ചോദിച്ചു വരട്ടെ, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. അന്ന് ഞാൻ തന്നെയായിരിക്കില്ല, പൊതുയോഗം വിളിച്ചിട്ട് ദേവാലയത്തിനകത്ത് വെച്ച് ഏത് പുരോഹിത മെത്താനോ എന്നോട് എന്ത് ചോദിച്ചാലും അതിന് ഞാൻ ശരിയായിട്ട് മറുപടി തരും. നീയൊക്കെ അന്ധകാര ശക്തികളാണ്, അന്ധകാര ശക്തികൾ. വിശ്വാസികളെ നാശത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും നയിക്കുന്ന മറ്റവന്മാർ. ഏതെങ്കിലും അവന് ഓർത്തോ സഭയിലെ കൊലപാതകത്തിലെ കാതോലിക്കായ്ക്കോ നമ്മുടെ തുമ്പോട്ട് പ്രസാദത്തിൻ്റെ മറ്റവനോ ഏതവനാണെങ്കിൽ, ഇപ്പോൾ ഒരു കറുത്ത പുരോഹിതനുണ്ട്, ന്യായീകരണ തൊഴിലാളി, അവനിങ്ങോട്ട് അവന് ചോദ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റേ. നിങ്ങളെല്ലാം തൊഴിലാളികളാ, ക്രിസ്തീയ സഭയിലെ തൊഴിലാളികൾ. സഭാമേലധ്യക്ഷൻ പറയുന്നതനുസരിച്ച് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് നിങ്ങളെ ശമ്പളവും കിമ്പളവും കൈപ്പറ്റുന്നു. അല്ലാതെ നീയൊന്നും സത്യസന്ധമായിട്ട് നീയൊക്കെ ഏതവനുണ്ടടാ. പഴയ കാലത്തെ പോലെ അതാ പഴയ ഒരു കാലം കൊണ്ടുപോയി കാതോലിക്കുണ്ട്, ക്യാൻസർ കൊണ്ടുപോയി കാതോലിക്ക. പറഞ്ഞു ഇതാണ് ഞങ്ങളും പരമ്പര തിരുമേനിയുമായിട്ടുള്ള വ്യത്യാസം. അവനാ സത്യം പറഞ്ഞു. എന്തുവാ പരമ്പര തിരുമേനി പണത്തിൻ്റെ പുറകെ ഓടിയില്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഗുരുശ്രേഷ്ഠരെ കണ്ട് സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ പറയാം. പരമ്പര തിരുമേനി ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ജീവിച്ച മനുഷ്യനാണ്. ഇന്നേത് പട്ടി പുരോഹിതവർഗമുണ്ട്, അല്ലെ മെത്രാനുണ്ട്, നൊയമ്പും ഉപവാസവും അവനൊക്കെ ഓരോ വീടുകളിൽ പോയി സൗകര്യമായിട്ട് ചെയ്യും. നൊയമ്പെന്താന്ന്, എന്തിനു വേണ്ടിയിട്ടുള്ള, എന്താണ് നൊയമ്പെന്ന് ഏതെങ്കിലും ഒരു പുരോഹിതനോട് പറയട്ടെ. നൊയമ്പ് എന്താ, നമ്മൾ എന്തിനാ നൊയമ്പ് നോക്കുന്നത്, അല്ലെ കാതോലിക്ക പറയട്ടെ. ഞാൻ അവർക്ക് മറുപടി കൊടുക്കാം, അവർ പറയത്തില്ല. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ചെമ്പരിയാടൻ തോലിട്ട ഈ കുറുക്കന്മാരുടെ പുറകെ പോകരുത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങളെവിടെയെങ്കിലും ഏതെങ്കിലും പുരോഹിതവർഗമോ ആര് പറഞ്ഞാലും എന്തുപദേശിച്ചാലും അത് കേൾക്കാൻ പോകുന്നതിന് ബൈബിളൊന്നും വായിച്ചിരിക്കണം. ബൈബിൾ മുഴുവൻ വായിച്ചാൽ നിങ്ങൾ ഈ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയും. ഈ ചെമ്മരയാടിൻ തോലിട്ട കുറുക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളല്ല എങ്കിൽ നിങ്ങൾ വെട്ടിൽ വീഴും. നിങ്ങളോട് ഞാൻ പറയുക.